പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. അധ്യായം 14-15 മുതലുള്ള തിരുവചനങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തിയതുപോലെ കുർബാനയുടെ ഇടയിലോ സുവിശേഷ വായന നാം ശ്രദ്ധിക്കുമ്പോഴും ഈശോ നമ്മളോട് നേരിട്ട് സംസാരിക്കുന്ന അനുഭവത്തിൽ നമുക്ക് വരികയാണ്. പരസ്യജീവിത കാലഘട്ടത്തിൽ ശിഷ്യന്മാരും അവിടുത്തെ കടിച്ചുകൂടിയവരും അവിടുത്തെ ശ്രമിച്ച അതേ അനുഭവം ഓരോ കുർബാനയിലും നമുക്കും സ്വന്തമാവുകയാണ്. ഇന്നും ഈശോ നമ്മളോട് പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള വാഗ്ദാനമാണ് നൽകുക. ധ്യാനത്തിൻ്റെ ശുശ്രൂഷകൾ പൂർത്തീകരിച്ചു പോകാൻ ഒരുങ്ങുന്നവർക്കും ധ്യാനത്തിൽ പങ്കെടുക്കുന്നവർക്കും നമുക്കെല്ലാവർക്കും ഈശോ വാഗ്ദാനം വീണ്ടും പ്രവർത്തിച്ചു തരികയാണ്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഇതാ കൽപ്പനകൾ അനുസരിച്ചാൽ ഒരു കൂടെ വസിക്കുന്നതിനോ ഭയപ്പെടുകയും സംഭവിക്കുകയും വേണ്ട. നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട്. കർത്താവിൻ്റെ വാഗ്ദാനങ്ങളും നമ്മുടെ ഹൃദയത്തെ വീണ്ടും ഉണർത്തട്ടെ. ഈശ്വരങ്ങളോട് നേരിട്ട് സംവേദിക്കുന്നത് അനുഭവിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്ന ഈ വചനം ശ്രമിക്കാൻ കണ്ണുകളടച്ച് കണ്ണുകൾ ഹൃദയത്തോട് ചേർത്തുകൊണ്ട് കർത്താവ് നമ്മളോട് സംസാരിക്കുന്നതായി ഈ വചനം ശ്രമിക്കുമ്പോൾ നമ്മൾ ബോധ്യത്തോടെ മനസ്സിലാക്കാം. നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും. നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടെ നിന്ന് നിങ്ങൾക്ക് തരുകയും ചെയ്യും. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് നമുക്ക് സാധിക്കുകയില്ല. കാരണം അതവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോട് താമസിക്കും, നിങ്ങളെ ലാഭിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. അല്പസമയം കൂടി കഴിഞ്ഞാൽ എൻ്റെ ലോകം എന്നെ കാണുകയില്ല, എന്നാൽ നിങ്ങൾ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നു, അതിനാൽ നിങ്ങളും ജീവിക്കും. ഞാൻ എൻ്റെ പിതാവിനും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന ആ ദിവസം നിങ്ങളറിയും. എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവരാണ് എന്നെ സ്നേഹിക്കുന്നത്. എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവരാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവും സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവരാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവും സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും.